സാമൂതിരിയുടെ പതിനെട്ടരക്കാവ് എന്ന് പറയുമ്പോൾ സാമൂതിരിയുടെ കരുത്ത് എന്തായിരുന്നു എന്ന് കൂടി ആദ്യം പരിശോധിക്കണം. അച്ഛൻ ഇളയത് പണിക്കർ പാറനമ്പി, ഇങ്ങനെ 4 സ്ഥാനങ്ങളാണ് സാമൂതിരിപ്പാട് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് മങ്ങാട്ടച്ഛൻ, ധർമ്മോത്ത് പണിക്കർ, തെരയഞ്ചേരി ഇളയത്, പാറനമ്പി, ഇങ്ങനെ 4 കുടുംബക്കാർ. ഈ കൂട്ടത്തിൽ നമുക്ക് പരിഗണിക്കാനുള്ളത്, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കാനുള്ളത് പണിക്കരാണ്. ധർമ്മോത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ ഒരു പണിക്കർ മാത്രമല്ലത്, പണിക്കന്മാർ എന്ന് പറയണം. ഏറനാട് 30,000 എന്ന് പറയുന്ന സാമൂതിരിയുടെ പടയുടെ സംഖ്യ ഈ കരിങ്കാളി ക്ഷേത്രങ്ങൾ, കാവുകൾ നിൽക്കുന്നതിൻ്റെ പരിസരത്തു നിന്നുണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പണിക്കർ സാമൂതിരിയുടെ പടയുടെ ആളാണ്. ഏറനാട് 30,000 എന്ന് പറയുന്ന മാമാങ്കത്തിൽ പോകുന്ന പടയുടെ കാര്യമായിട്ടുള്ള ആൾ ഈ ധർമ്മോത്ത് പണിക്കരാണ് അത് സംഘടിപ്പിക്കുന്നത്. അതിന് ആ പണിക്കർ ഉണ്ടാവുന്നത് എങ്ങനെ? ഈ പ്രദേശങ്ങളിൽ, ഈ കാവിൻ്റെ പ്രദേശങ്ങളിൽ 18 തട്ടകങ്ങളുണ്ടാവും. ഏതാണ്ട് അതിൻ്റെ പരിസരത്ത് മിക്കവാറും ഒരു പണിക്കരുണ്ടാവും. പണിക്കർ കൃത്യമായിട്ടും നായർ സമുദായത്തിലെ കിരിയത്തിലെ നായർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും. അയാൾക്ക് ഒരു കളരി, 42 അടി കളരിയാണ്. അതിൽ വെച്ചാണ് അഭ്യാസികൾക്ക് അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. കളരി കൃത്യമായിട്ടുള്ള പാഠമാണ്. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാം തികഞ്ഞാൽ 41ാമത്തെ ദിവസം, ഈ കളരിയുടെ ഉള്ളിൽ പ്രവേശിച്ച് 41ാമത്തെ ദിവസം ഇയാൾ കുളി കഴിഞ്ഞ് പുതിയ കച്ചയും കെട്ടി കൊടുത്ത് ഉടവാളും പരിചയവുമായി കിഴക്കോട്ട്, കളരിയുടെ കിഴക്കോട്ട് പുറത്തേക്ക് വരുന്നു. അവിടെ 2 ഭാഗത്തും 2 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിന്ന് പണിക്കരെ എന്ന് വിളിക്കും. അതോടെ ആ വിളി കേട്ട് ഉടവാളുമായിട്ട് ഇദ്ദേഹം സാമൂതിരി രാജാവിനെ കാണാൻ കോഴിക്കോട്ടേക്ക് വരുന്നു. സാമൂതിരി കോവിലകത്ത് സമയം നോക്കി ചെന്ന് സാമൂതിരിപ്പാടിന് മുമ്പിൽ ഈ വാള് വയ്ക്കുന്നു. വാള് തൊട്ട് സാമൂതിരിപ്പാട് ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത് പണിക്കരെ എന്ന് സാമൂതിരിപ്പാട് വിളിക്കുന്നതോടുകൂടി ഇയാൾ സാമൂതിരിയുടെ ഏറനാട് 30,000 ഒരാളായി മാറി. അതിപ്പോൾ കേവലം ഒരു പേര് മാത്രമല്ല. ഈ ഉടവാള് അതിനെക്കുറിച്ച് ഈ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. ലോകൻ്റെ മലബാർ മാനുവലിൽ ഈ നായന്മാരെ പറ്റി പറയുന്നുണ്ട്. അവരുടെ വീടിൻ്റെ വൃത്തി, അവരുടെ ജീവിതത്തിൻ്റെ രീതി, അവരുടെ വീടിൻ്റെ പരിസരം അവർ ശ്രദ്ധിക്കുന്ന രീതി, പോരാത്തതിന് അവരോരോരുത്തരും ചെയ്യുന്ന തങ്ങളുടെ ജാതിയുടെ അഭിമാനത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നടന്നു പോകുന്ന വഴിക്ക് ഒരു വരമ്പന് അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് വരികയാണെങ്കിൽ ഒരിക്കലും പണിക്കർ വഴി മാറിക്കൊടുക്കില്ല. അയാൾക്ക് ബാക്കിയുള്ള വന്ന ആളുകൾ അയാൾക്ക് മുകളിലല്ലാത്ത ആളുള്ളവർക്ക് വഴി മാറിക്കൊടുക്കുന്ന പ്രശ്നമില്ല. വേറെ അതിന് മുകളിലുള്ള ആൾ വന്നാൽ മാറിക്കൊടുക്കും. മാത്രമല്ല, ഈ വാള് ഒരു അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്താനും സാധിക്കും. അതിന് നിയമം പറയാൻ കഴിയും, അത് നടപ്പിലാക്കാനും കഴിയും. നിയമം ഉണ്ടാക്കുക, നിയമം വ്യാഖ്യാനിക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അതൊക്കെ ഈ ആളുടെ ഉത്തരവാദിത്തപ്പെടും. ഇതൊന്നും രാജാവുമായിട്ട് ബന്ധമില്ല. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ലോക്കലായിട്ടുള്ള ഇടപ്രഭുക്കന്മാരുണ്ടാവും. സാമന്ത രാജാക്കന്മാർ എന്ന് പറയുന്ന ഉദ്ദേശം പറഞ്ഞാൽ മറയൂർ ആ ഭാഗത്ത് നന്നമ്പ്ര, നിലമ്പൂര്, മഞ്ചേരി, കാപ്പൽ, ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ രാജാക്കന്മാർ എന്ന് പറയാവുന്ന ആളുകളുണ്ട്. ചെറിയ കുറച്ച് സ്ഥലം ഭരണമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ. ഇവരൊന്നും പറയുന്നത് ഈ പണിക്കർ കേട്ടോളന്നില്ല.
ഒരു പ്രദേശത്ത് പണിക്കരുണ്ടാവും. സാധാരണ നിലയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പണിക്കരോട് കൽപ്പിക്കാൻ ഈ രാജാക്കന്മാർക്ക് പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ പണിക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് സാമൂതിരിയുടെ അടുത്ത് മാത്രം. അദ്ദേഹത്തിന് അവകാശം അവിടെയാണ്. സാമൂതിരിപ്പാടിന് മാത്രമായിട്ട് പറയാനുള്ളൂ. വേറെ ആരോടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇത് നമ്മുടെ സാമൂതിരിപ്പാട് രാജാക്കന്മാർ പണ്ട് അർത്ഥശാസ്ത്രമൊക്കെ പഠിച്ചിരുന്നു എന്ന് തോന്നുന്നു. പഠിക്കുന്ന കൂട്ടത്തിൽ, പലതും പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്ന ഒരു പ്രത്യേക ഭൃതക സൈന്യം എന്ന് പറയുന്ന സൈന്യത്തെക്കുറിച്ച് പറയുന്നു. ഈ സൈന്യം അതാതിടങ്ങളിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള രാജാക്കന്മാരാണ്. അവർക്കെന്ത് ചെയ്യാം? ഈ ആളുകളുടെ കീഴിലുള്ള സൈന്യം, അവർക്ക് ഒരാൾ, അയാളുടെ കീഴിൽ കുറച്ച് സൈന്യവും, അവരെ തീറ്റിപ്പറ്റേണ്ട ഭാരം, അവരെല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഭാരം ഈ ലോക്കലായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പടനായകർക്കായിരിക്കും. അവർ രാജാവുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ എന്തെങ്കിലും യുദ്ധം ആവശ്യമാകുമ്പോൾ ഇവരെ കൊണ്ടുപോകും, യുദ്ധത്തിന് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവർ ജീവിച്ചാൽ ജീവിച്ചു, ഇല്ലെങ്കിൽ തിരിച്ചു വന്നാൽ നല്ല ശവമായിട്ട് അത് ഗംഭീരമായ ശവടക്കും ആഘോഷമൊക്കെ നടത്തിച്ചു. ഇത് ഭൃതക സൈന്യം എന്ന് പറയുന്ന ആ സൈന്യത്തെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു. രാജാവിന് ഒരു ചെലവുമില്ലാതെ ഈ വലിയൊരു സൈന്യത്തെ ഭരിക്കണമെങ്കിൽ അത്ര ചില്ലറ പോരാ, നല്ല ആരോഗ്യമൊക്കെ വേണം ഇവർക്ക്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാം കൊടുക്കണം. അത് കൊടുക്കേണ്ട ഒരു ഭാരവും ഈ രാജാവിനില്ല. അത് ലോക്കലായിട്ടുള്ള ആളുകൾക്കാണുള്ളത്, ഈ പണിക്കന്മാരിൽപ്പെട്ട ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ മാമാങ്കം വരുമ്പോൾ ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഇത്ര ആളുകൾ പടയാളികളാണ്. പന്തളാഞ്ചേരി പടനായരുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ 100 ആളെയെങ്കിലും ഇയാൾ കൊണ്ടുപോകണം. അതുപോലെ വിളിയക്കോട് നായർ, അതുപോലെ അയ്യായിര പ്രഭു, അതുപോലെ മുണ്ടക്കൽ ഉള്ള ഒരാൾ നായർ, അങ്ങനെ ഇതിൽപ്പെട്ട ആൾ. അവർക്കൊക്കെ ഈ ഉത്തരവാദിത്തം അവർ കൊണ്ട് നടക്കണം. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും രാജാവ് കൽപ്പിക്കും. അവിടെ യുദ്ധത്തിന് പോകലും യുദ്ധം ചെയ്യലും ഇവരാണ് രാജാവിന് വേണ്ടി. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമേ രാജാവിന് ഇവരുടെ ഭാരമുള്ളൂ. മറ്റൊക്കെ ഈ ഇടപ്രഭുക്കന്മാർ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പടനായന്മാർ കൊണ്ടു നടക്കും. അപ്പോൾ ഓരോ പടനായന്മാർ, ഓരോ പണിക്കരും കാലക്രമേണ ഓരോ പടനായനായിട്ട് പരിണമിക്കും. ആ പടനായനായിട്ട് പരിണമിക്കുമ്പോൾ അവരുടെ കളരിയാണ്, അവരുടെ കളരിയിലുള്ള ദേവത കരിങ്കാളിയാണ്. ഈ കരിങ്കാളി സാമൂതിരിയുടെ 18 കാവിലെ കരിങ്കാളിയായിരിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള പവർ സ്ട്രക്ചർ, ഒരു അധികാരത്തിൻ്റെ ഒരു ഘടന നമുക്ക് കാണാം. സാമൂതിരിയുടെ കാവ്, 18 കാവ്, ആ കാവിലെ തട്ടകത്തിലുള്ള പണിക്കർ, ആ പണിക്കരുടെ കീഴിലുള്ള പടയാളികൾ, ഇങ്ങനൊരു പ്രത്യേക അധികാരത്തിൻ്റെ ഘടന. ഈ ഘടനയിലേക്ക് മറ്റൊരാളുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അധികാരത്തിനനുസരിച്ച് അവർക്കൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടാവും. ആരെ കാണുമ്പോൾ ബഹുമാനിക്കണം, ആരെ കാണുമ്പോൾ ബഹുമാനിക്കരുത് എന്ന് തന്നെ അരുതുകളുമുണ്ട്, വേണ്ടതുണ്ട്. ഇത് രണ്ടും ചെയ്യും. അപ്പോൾ ഇത് പഠിപ്പിക്കുക. അപ്പോൾ ഈ ആളുകളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ മാമാങ്കം വരുന്ന സമയത്ത് കൊണ്ടുപോകുമ്പോൾ മാമാങ്കത്തിൽ ഇതേപോലെ പഠിച്ചിട്ടുള്ള ആളുകളാണ് വരുന്നത്. മരിക്കാൻ ഒരുങ്ങിയിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊരു മാമാങ്കത്തിന് ഇവർ മരിക്കില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. യുദ്ധം ചെയ്യുമ്പോൾ നല്ല പടയാളികളാണ് മാമാങ്കത്തിന് വരുന്നവർ. നല്ല തിരഞ്ഞെടുത്ത ജനിച്ചന്ന് തന്നെ തൊട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ യോദ്ധാക്കളെ ജനിച്ച അന്ന് തൊട്ട് അയാളുടെ പാരമ്പര്യം നോക്കി, അയാളുടെ ആരോഗ്യം നോക്കി രാജാവ് എടുക്കുകയാണ്. രാജാവ് എടുത്ത് എന്നെ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും രാജാവ് നോക്കുകയാണ്, ആരോഗ്യം, ഭക്ഷണമൊക്കെ. ഒരു കാര്യം മാത്രം, സാമൂതിരിയുടെ പടയോടുള്ള ഒരു പോര്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലൊക്കെ അതങ്ങനെ കാണാമല്ലോ. അങ്ങനെ പഴയ ഒരു പോര് നമ്മളങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പക പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ മാമാങ്കത്തിൻ്റെ ദിവസം വരുമ്പോൾ ഇവരെ എത്തിക്കണം. ഇവരെ തടുക്കാൻ സാമൂതിരിയുടെ പണിയും പോകണം. വളരെ വിചിത്രമായൊരു കാര്യം, വിചിത്രമെന്നുള്ള അത്ഭുതം എന്ന് തന്നെ പറയാം. ഈ
ഒരു മാമാങ്കത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ കിണാശ്ശേരിയിൽ നിന്ന് വന്ന വെളിച്ചെണ്ണ ചോദന ഇത്ര, മറയൂരിൽ നിന്ന് വന്ന കായകളുടെ കണക്ക് ഇത്ര, ഈ വെളിച്ചെണ്ണയുടെയും കായയുടെയും മറ്റ് ചക്കയുടെയും ഒക്കെ കണക്കിൻ്റെ കൂട്ടത്തിൽ മാമാങ്കത്തിന് വന്ന് വെട്ടിമരിച്ച നായന്മാർ ഇത്ര എന്ന് മരിച്ചവരുടെയും കണക്ക് 13 പൊന്നാനിയിൽ നിന്ന് വന്ന ശങ്കുണ്ണിക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ മരിച്ച എത്ര ആളെന്നൊക്കെയാണ് പേര് കണക്കിന് കണ്ടത്. അപ്പോൾ ഈ കായക്കൊലയുടെയും വെളിച്ചെണ്ണയുടെയും ചെലവിൻ്റെ കൂട്ടത്തിൽ മാമാങ്കത്തിന് പോയ പണിക്കന്മാരുടെയോ കുറുപ്പന്മാരുടെയോ കണക്ക് കൂടി ചേർക്കണം. ഒരു തരത്തിലുള്ള ഒരു കമ്മോഡിറ്റി എന്ന് നിലയ്ക്ക് മാത്രമേ കൂട്ടുള്ളൂ. അങ്ങനത്തെ അവരാണ് ഈ സാമൂതിരിയുടെ രാജ്യത്ത് പോകുന്നത്. യഥാർത്ഥത്തിൽ സാമൂതിരി രാജാവ് പോളനാട് രാജാവിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം. പോളനാടിൻ്റെ ചാലിയാറിൻ്റെ അങ്ങേക്കരയൊക്കെ പോളനാട് നമ്മുടെ ചാലിയാറിൻ്റെ അങ്ങേക്കര വരെ പോളനാടായിരുന്നു. പക്ഷേ പിന്നീടത് പതുക്കെ ദുർബലമായ രാജാക്കന്മാർ അങ്ങനെ കയറുന്നത് സ്വാഭാവികമാണ്. ഇതൊരു ചെറിയൊരു കാര്യം വേറൊന്ന് പറയാനുള്ളത്, ഈ മങ്ങാട്ടച്ഛൻ എന്ന് പറയുന്ന ആൾ സാമൂതിരിയുടെ പടയുടെ ആളാണ്. സാമൂതിരിയുടെ പടയുടെ ആളാണെങ്കിലും മറ്റാൾക്കാണ് ഉത്തരവാദിത്വം. മങ്ങാട്ടച്ഛൻ ഒരു നയം തീരുമാനിക്കുന്ന ആളാണ്. എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളായിട്ട് ബന്ധം എങ്ങനെയാണ് തീരുമാനിക്കുക, അങ്ങനെ തീരുമാനിക്കുന്ന ആളാണ്. പഴയ മുദ്രരാക്ഷസം എന്നൊരു നാടകം കേട്ടിട്ടുണ്ടാവും. ഈ രാക്ഷസൻ എന്ന് പറയുന്ന ആളെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അനുയായിയാക്കി മാറ്റാൻ ചാണക്യൻ കളിച്ചിട്ടുള്ള പല നാടകങ്ങൾ, അതിലൊന്നാണ് ഈ രാക്ഷസനെ കൊണ്ടുവരിക. നന്ദവംശത്തിലെ ഒരു മന്ത്രി മറ്റായിരുന്നു ഈ രാക്ഷസൻ. അയാളെ ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ്ട് അതുപോലെ ചെറുക്കൽ രാജാവിൻ്റെ ആളായിരുന്നു, ആ പ്രദേശത്തായിരുന്നു മങ്ങാട്ടച്ഛൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്ക് എന്ന സ്ഥലം മങ്ങാട്ടച്ഛൻ ഉണ്ടായിരുന്നത്. ആ മങ്ങാട്ടച്ഛനെ കോഴിക്കോട്ടേക്ക് സാമൂതിരിയുടെ കാര്യപ്പെട്ട മന്ത്രിയായിട്ട് കൊണ്ടുവരാൻ കാണിച്ച ആ സാമർഥ്യം, നയതന്ത്ര സാമർഥ്യം എന്തുകൊണ്ടും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള ശക്തന്മാരായ ബുദ്ധി കൊണ്ടും ശരീരബലം കൊണ്ടും ശക്തന്മാരായ സാമൂതിരിമാരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നെടിയിരുപ്പിൽ പണിക്കർ എന്ന് പറഞ്ഞ നെടിയിരുപ്പ് പണിക്കരാണ് പിന്നീട് സാമൂതിരി രാജാവായിട്ട് പരിണമിക്കുന്നത്. അവിടെ ഉപയോഗിച്ച ബുദ്ധി എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മറ്റു രാജാക്കന്മാരുടെ തിരുവനന്തപുരത്ത് കൊട്ടാരത്തിനോ അതുപോലെ കൊച്ചി രാജാവിനോ അല്ലെങ്കിൽ വടക്കോട്ട് ചെറക്കൽ സ്വരൂപത്തിനോ അതുപോലെ അതിനപ്പുറത്തേക്ക് കാസർഗോഡ് ഭാഗത്തേക്കുള്ള പഴയ ചില രാജാക്കന്മാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം, ഒരു നാവിക സൈന്യം ഉണ്ട് സാമൂതിരിക്ക്. കുഞ്ഞാലിമരക്കാരുമാരുടെ നേതൃത്വത്തിലുള്ള ഒരു നാവിക സൈന്യവും മങ്ങാട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള പടയും. ഈ പടയുടെ ശരിയായിട്ടുള്ള നേതാവ് ശരിക്കും ആ ജോലി ചെയ്യുന്ന ആൾ ധർമ്മോത്ത് പണിക്കരുടെ നേതൃത്വത്തിലാണ്. അങ്ങനൊരു ശക്തമായിട്ടുള്ള ഒരു രാജ്യം കോഴിക്കോട് സാമൂതിരി കെട്ടിപ്പടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകൾ ഈ നായന്മാരാണ്. ഈ കരിങ്കാളി തോറ്റത്തിൽ അതൊന്ന് വായിക്കാം. അതിൻ്റെ ആദ്യ ഭാഗം, അത് അനുസരിക്കുന്ന തോറ്റം എന്നാണ് ഇതിന് പറയുക. ഈ തറ തുടങ്ങുന്നതിന് മുമ്പ് ഹരിശ്രീ ഗണപതയെ നമ, അവിഘ്നമസ്തു, ശ്രീ ഗുരുഭ്യോ നമ. തിരുവുള്ളമായിരിക്കണേ എൻ്റെ അപ്പ, എൻ്റെ മുത്തപ്പ, എൻ്റെ അമ്മേ, എൻ്റെ കരിങ്കാളി, തിരുവരയോത്തിയിൽ വാതിൽ മാടം, തിരുവഞ്ചക്കളത്തിൽ ക്ഷത്രിശാല, ഓടനാട്ടുപിള്ള മാകാളി, ഒരു നിലത്തൂർ പാണ്ഡിശാല, കുന്നിനിക്കോൾ നടക്കാവ്, ചാലിയത്തപ്പൻ, 5 ഗിരിയത്തിൽ കോവിൽ കമ്മന്മാരും 4 തോരണത്തിലെ നേത്യാന്മാരും കൂടി വാവും ചോദ്യം ഒത്തൂറ് തിരുനാൾക്ക് പോയി പാർക്കടലാടി കുളിച്ചു പോരുന്നപ്പോൾ അവരോടുകൂടി പടയെടുത്ത പന്തലാഞ്ചേരി, പടിഞ്ഞാറ്റി, ചൂഴിയേരി, തെക്കുംകാടിൽ പുളിയക്കോട് പേരിടം, പുളിക്കൽ പമ്പത്തായം, മണ്ണുങ്ങൽ പൂന്തോട്ടം, മഴുവഞ്ചേരി കൊമ്പുകാളം, ശ്രീമുതുകല്ലൂർ വാതിൽമാടം, തൃക്കൈക്കുന്നത്ത് പള്ളിയറ, പാലംശ്ശേരി കൊടിമുല്ല, മോണ്ടമ്പലത്ത് അച്ഛൻ തിരുമേനി,
തെക്കും കൂറ്റിൽ കോലകം, മുണ്ടക്കൽ ചെറ്റ കാരിക, തെക്ക് മുള്ളി പേരിടം, ചെറുപ്പാളപ്പുളമരം, ഏറനാട് നമ്പിയാതിരുവടിക്കോവിൽ വണ, പള്ളി ഐന്തോളത്തിൻ്റെ കൊടക്കലും തഴയ്ക്കലും പള്ളിമാറാടിക്കും പച്ചപ്പരവതാനിക്കും മുൻനടന്ന് വേല ചെയ്ത് കുടിയിരുന്ന ദൈവമല്ലോ എൻ്റെ അമ്മേ എൻ്റെ കരിങ്കാളി. ചെമ്മലപ്പുറവൻ മെയ്യടിയാൻ ഈ അകത്തോട്ട് വന്ന് വാരി വിതച്ച ഒരു വിത്തിനും തുറന്നു വിട്ട ഒരു കന്നുകാലിക്കും മുറ്റം കൊണ്ട് തില ചെയ്ത് മുല്ല നല്ലെന്ന് പൂവറുത്ത് ചൂടി അമൃത വലഭാഗം നിന്ന് വേല ചെയ്ത് കുടിയിരുന്ന ഒരു ദൈവമല്ലോ എൻ്റെ അമ്മേ എൻ്റെ കരിങ്കാളി. ഒന്നു കെട്ടി കറുപ്പെടുത്തും ഓരോരു കൂട്ടി ഉഴുവെടുത്തും ഉഴക്കിൽ പന്തിരുനാഴൂരി വിത്ത് വാരി വിധിച്ചയിടത്തും ഇല്ലത്തെ പെണ്ണും പിള്ളയും കന്നുകിടാങ്ങളെയും വിത്തുവല്ലി ചാത്തന്മാരെയും കാത്തുരക്ഷിച്ച് ജ്യേഷ്ഠാഭഗവതിയെ പുറം നീക്കി ശ്രീഭഗവതിയെ വെള്ളയാടിച്ച് മേലിൽ വെള്ളാട്ടും കീഴിൽ തിറയും കൊള്ളും ആറ് കണ്ട് ഇവരുടെ വലഭാഗം നിന്ന് വേല ചെയ്ത് ഇടിയിരിക്കണമേ എൻ്റെ അമ്മേ എൻ്റെ കരിങ്കാളി. ഇതിന് അനുസരിക്കുന്ന തോറ്റം എന്നാണ് പറയുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഭാഗം, ചാലിയത്തപ്പൻ 5 ഗിരിയത്തിൽ നായന്മാർ, കോവിൽക്ക നായന്മാർ, കമ്മന്മാർ, 4 തോരണത്തിലെ നേത്യാന്മാർ. സാധാരണ പെരുവണ്ണാൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നായന്മാരെ കമ്മന്മാർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ 4 കോവിൽ കമ്മൻ, പ്രധാനപ്പെട്ട 5 കോവിലകത്തെ കമ്മന്മാർ നായന്മാരായിരിക്കും. അതുപോലെ 4 തോരണത്തിലെ നേത്യാന്മാരും. അത് ഇവരുടെ തന്നെ ഭാര്യമാരോ സഹോദരിമാരോ കൂടി വാവും ചോദ്യം ഒത്തുകൊടുത്തിരുന്ന ആൾക്ക് പോയി പാർക്കടലാടി കുളിച്ചു വന്നപ്പോൾ അതിനെ കൂടെയാണ് കരിങ്കാളി വന്നത്. അപ്പോൾ ഒരു പാർക്കടലാടി കുളിക്കുക എന്നൊരു ഏർപ്പാട് ഈ ഏറനാടൻ പ്രദേശത്ത് അക്കാലത്ത് ഉണ്ടായിരുന്നു. എവിടെയാണ് സ്ഥലം എന്നറിയുമെന്ന് വെച്ചാൽ ചാലിയത്താണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട പടനായന്മാർ, യുദ്ധത്തിനും ഇതിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഈ ഏതോ ഒരു ദിവസം ചാലിയാറിൽ പാർക്കടലാടി കുളിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതിന് രാശി വെച്ച് മുഹൂർത്തം നോക്കി ദിവസമൊക്കെ നിശ്ചയിച്ച് എല്ലാ അലങ്കാരങ്ങളോടും കൂടി എല്ലാ ആളുകളെയും കൂട്ടി ഇങ്ങനെ നടന്ന് പോരുന്നൊരു വരവുണ്ട്. ഇത് ഏതാണ്ട് അരീക്കോടിനപ്പുറം, കുറച്ചുകൂടി അപ്പുറം, കുറച്ച് വടക്ക് കിഴക്കായുള്ള ഭാഗത്തു നിന്നായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഒരു വരവ്. അവിടെ തൊട്ട് ഏതാണ്ട് ചാലിയം വരെയുള്ള ആളുകളെ, അതിൽപ്പെട്ട നായന്മാരെയും അഭ്യാസികളെയും അവിടെയുള്ള പ്രമാണികളെയും കൂട്ടിയിട്ടുള്ള വരവ്. അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും, ഇന്ന ആളുകളെ വിളിക്കുക. അങ്ങനെ പന്തലാഞ്ചേരി പടനായരും പുളിയക്കോട് നായരൊക്കെ നേതൃത്വത്തിലാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് ഇവർ പോയിട്ട് അവിടെ പോയി കുളിച്ച് വരികയാണ് ഈ ചാലിയത്ത്. ഈ ചാലിയത്ത് കുളിക്കാൻ പോകുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിൽ അവരവരുടെ പ്രത്യേകത കാണിക്കും, അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്നത്. ഏറനാട് നമ്പ്യാതിരുവടി കോവിൽ വാണ പള്ളി ഐന്തോളം എത്തുമ്പോഴേക്ക് അത് സാമൂതിരിയെ കൂട്ടുന്നില്ല. ഇവിടെ ചൊല്ലുമ്പോൾ അത്രേ ഉള്ളൂ, സാമൂതിരിയെ വിളിക്കുന്നില്ല. സാമൂതിരി അനുഗ്രഹം ചോദിക്കുകയാണ്. അപ്പോൾ തഴയ്ക്കലും പള്ളിമാറാടിക്കും പരവതാനിക്കും മുന്നടന്ന് വേല ചെയ്ത കുടിയിരുന്ന ദൈവം. പള്ളിമാറാടി, പച്ചപ്പരവതാനി, പള്ളി ഐന്തോളം എന്ന് പറഞ്ഞാൽ മഞ്ചര്. പള്ളിമാറാടി എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഒരു അധികാരത്തിൻ്റെ ചിഹ്നമായിട്ട് ഇപ്പോഴും വടനാട് കാവിൽ അത് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വാതിൽ പൊളിയാണ്. വാതിലിൻ്റെ മരത്തിൻ്റെ ഒരു വാതിലിൻ്റെ പൊളി പോലെയാണത് ഒരു സാധനമാണ്. അതൊരു അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടോ ഭാഗ്യത്തിൻ്റെ ചിഹ്നമായിട്ടോ ഒക്കെയാണ്. എപ്പോഴും പോകുമ്പോഴും ഈ പള്ളിമാറാടി മുമ്പിൽ പോകണം എന്നാണ് നിയമം, സാമൂതിരി രാജാവ് എഴുന്നള്ളുമ്പോൾ. അപ്പോൾ അത് സാമൂതിരിപ്പാടിൻ്റെ ആളുകളാണ് ഈ പോയ ആളുകളെന്നുള്ള ഈ പള്ളി ഈ ഇതിൽ കാണും. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാമൂതിരി രാജാവിൻ്റെ ദേവതയാണ് കരിങ്കാളി എന്ന് ഇതുവഴിക്കും നമുക്ക് തീരുമാനിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വളനാട് കാവിൽ കരിങ്കാളി എത്തിയതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടുന്ന് കരിങ്കാളി പോകുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏറനാട് ഭാഗത്തേക്ക് സാമൂതിരി അല്ലെങ്കിൽ പിന്നെ കരിങ്കാളിയുടെ കൾട്ട് വ്യാപിക്കുന്നത് പന്തലാഞ്ചേരി പടനായരുടെ മഞ്ചൽ കൂടിയാണ്. ഈ ചാലിയത്ത്
പാർക്കടലാടി കുളിക്കാൻ പോകുമ്പോൾ ആഘോഷത്തോട് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ പന്തലാഞ്ചേരി പടനായർക്ക് ഒരു സ്വപ്നം കാണുന്നു. ഇങ്ങനെ ഒരു ഓമനത്വമുള്ള ഒരു ദൈവം വരുന്നുണ്ട് അങ്ങയുടെ മഞ്ചൽ വെച്ച്, മനസ്സാലെ വാക്കാലെ പറഞ്ഞ് മനസ്സാലെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഈ പടനായരോട് സ്വപ്നത്തിൽ കൽപ്പിക്കുകയാണ് ദൈവം. പന്തലാഞ്ചേരി ചെന്നു. പന്തലാഞ്ചേരി ഈ പിന്നെ കൂടി വെള്ളത്തിൽ കളിക്കുന്ന എൻ്റെ കടലിൽ നീന്തി കുളിക്കണു, വല്ലതും ചെയ്യുന്നു. ഇനി കുറച്ച് നേരം ഉപ്പ് കടലിൽ കുളിച്ച് വയ്യ, നല്ല വെള്ളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയി കുളിക്കുന്നു. 2-3 ദിവസത്തെയാണ്. അപ്പോൾ അതിൽ ഒരു നേത്തിയാർ, ചൂഴിയേരി നേത്തിയാർ, ആരും ഇല്ലാത്ത വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് കുളിച്ചത്. സ്ത്രീകളെ കുളിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോയി കുളിച്ചു. നല്ല ഒന്നാം തരം എലമാന്തരം മഞ്ഞളും ഒക്കെ കൂടി അരച്ചിട്ടാണ് കൊണ്ടുപോയിക്കുന്നത്. അത് തൊട്ടപ്പം കറുത്തു, മുഖത്ത് തേച്ചപ്പോൾ കറുത്തു, അതിന് മുഖം ദേഹം ആകെ കറുത്തുപോയി. ഇത് എന്തുകൊണ്ടും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും ഞാൻ കുളിച്ചിട്ട് അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇത് തേച്ചു കുളിച്ചു. കുളി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ നിറം പോയിട്ടില്ല, കറുത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ പന്തലാഞ്ചേരി പടനായരോടാണ് അവലാതി പറഞ്ഞത്, ഇങ്ങനെ സംഭവിച്ചിരുന്നു. ഒരു സഹോദര സ്ഥാനം അദ്ദേഹത്തിനുള്ള തോന്നുന്നു, എന്നാലും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത് അറിഞ്ഞ പാട് പന്തലാഞ്ചേരി പടനായർ അവിടെ നിന്ന് ഒരു അങ്കവിളി വിളിക്കുകയാണ്. ആരുടെ അത് ചെയ്ത് ഈ മന്ത്രവാദം ചെയ്തത്? ഏത് മന്ത്രവാദം ചെയ്താലും എൻ്റെ മുമ്പിൽ നേരിട്ട് വാ എന്ന് വിളിക്ക് പറയുകയാണ്. പല 3 പ്രാവശ്യം അങ്കവിളി വിളിച്ചിട്ടും ഒരു മറുപടിയും കിട്ടിയില്ല, ഒരാളെയും കിട്ടുന്നില്ല. അവസാനം മനസ്സുമെടുത്ത് തോറ്റുപോയ മാതിരി, ഇനി പാതി വയസ്സ് പൊക്കിയില്ലേ, ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നില്ല, ഇനി കാശിക്ക് പോവുകയാണ്, ഗംഗ കാടി അങ്ങോട്ട് പോവുകയാണ്, വേണ്ട തീരുമാനിച്ചു, തിരിച്ചു വരണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ ബോധം കെട്ട് കിടന്നപ്പോൾ വീണ്ടും ഈ കരിങ്കാളി ഇയാളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ചെയ്തത് ഞാനാണ്. എന്നെ സ്വപ്നത്തിൽ ദർശിപ്പിച്ചു, ദർശനം പറഞ്ഞു, എന്നെ മനസ്സുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് വിചാരിച്ചു, കൂട്ടിക്കൊണ്ടുവന്നില്ല, അതുകൊണ്ട് പിന്നെയും കളിച്ചു നിന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാനാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഇതൊക്കെ പോയി തിരിച്ചു പോയി. പിന്നെ തിരിച്ചു പോകും. പിന്നെയും പന്തലാഞ്ചേരി ഈ പടനായരെ മഞ്ചലിൽ എങ്ങനെ കയറണം എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട് ഇടയ്ക്ക്. അതിന് ചോദ്യം എന്ന് വെച്ചാൽ, ഈ പടനായർ ചിലപ്പോൾ ഭൂത സ്വപ്നം കാണും, എന്നുവെച്ചാൽ പലതരത്തിലുള്ള വായ തോന്നിയത് പറയും, എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ വായ തോന്നിയൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന അയാളുടെ കൂടിയ ശരിയാവുമോ എന്നൊരു സംശയം ഏതായാലും ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുമ്പോഴും ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഏതായാലും തിരിച്ചു പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പടയുടെ കൂട്ടത്തിൽ ഈ കരിങ്കാളി തിരഞ്ഞെടുത്തത് പടനായരെയാണ്. ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ പടനായർ, പന്തലാഞ്ചേരി പടനായർ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രീക്ക് ട്രാജഡിയിലൊക്കെ പറയും, ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ദുരന്തം അയാളെ അഥീന എന്ന ദേവി പ്രണയിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു സ്ത്രീ വിരോധിയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ഹിപ്പോലിറ്റസ്. അങ്ങനെ ഈ ദേവത ഒരുപാട്, അഥീന ഒരുപാട് ഇയാളെ ഉപദ്രവിക്കുന്നുണ്ട്, പല രോഗങ്ങളും കൊടുക്കും. ഏതാണ്ട് അതുപോലെ ഒരു ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യൻ. പടനായർ ഇത് അവിടെ ലോക്കലായിട്ടുള്ള ഒരു കാര്യപ്പെട്ട പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്, ആളുകളെ സഹായിക്കുന്ന ആളാണ്, എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്ന ആളാണ്, യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ, വലിയൊരു പടയൊക്കെ ഉള്ള ഒരാൾ, ഒരു പാതി വയസ്സ് പൊക്കിയില്ലേ, പടുനേരം കൊണ്ടില്ലേ, ഇനിയൊന്നും വേണ്ട എന്നയാളോട് ദേവി ചിലർ പറയുന്നുണ്ട് ഉറക്കത്തിൽ. എന്നിട്ടും അയാൾ ഈ ദേവിയെ കൊണ്ടുവരികയാണ്. എന്നിട്ട് വീണ്ടും സംഭവിച്ചു, വീണ്ടും ഇയാൾ തിരിച്ചു വരികയാണ്. ഓരോരുത്തരായിട്ട് തിരിച്ചു പോകുന്നു, അതാത് വീടുകളിൽ പോകുന്നു, എന്ന വഴി ഓരോരുത്തരെ പറഞ്ഞേക്കുന്നു. അതിനൊക്കെ ഒരു തരം
ഒരു ഒരുക്ക് ശീലികളുണ്ട്. എല്ലാവരോടും പറയുന്ന വാക്കുകളൊക്കെ ഒരുപോലെയാണ്. അതുപോലെ കുളിക്കാൻ പോകുന്നതിനുള്ള വാക്കുകളൊക്കെ ഒരേ മാതിരി തന്നെയാണ്. അതുപോലെ ആഭരണങ്ങളൊക്കെ എല്ലാം ഒരുപോലെയാണ്, പറയുന്നതൊക്കെ ഒരുപോലെയാണ്. അത് ഏതായാലും ഒരുക്ക് ശീലമാണ് തോറ്റത്തിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞേക്കുകയാണ്. ഓരോരുത്തർ പറഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു ബഹളമോ എന്തുകൊണ്ടായിരുന്നു. അവിടെ ചെന്ന് അത് തീർത്ത് പിന്നെ അവിടെ ഈ ചൂതുകളി നടക്കും. അപ്പം ചൂതുകളി വന്നപ്പോൾ നായർക്ക് അതിനൊരു താല്പര്യം വന്നപ്പോൾ അതിൽ കൂടി ഇങ്ങനെ ഒരു ദേവതയെ കൊണ്ടുവന്നുകൊണ്ട് കാര്യം മറന്നുപോയി. എന്നെ മറന്നു എന്ന് കരുതിയിട്ട് കരിങ്കാളി ഈ പന്തഞ്ചാഞ്ചേരി പടനായരുടെ വീടിൻ്റെ അകത്ത് കയറി. എന്നിട്ട് വാതിൽ പൊളി മലർക്ക തുറന്നു വെച്ചു. എന്നിട്ട് എല്ലാ സ്വത്തുക്കളും പഞ്ചായത്തിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും സ്വർണവും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇയാളിത് മറന്ന് ഇരിക്കുകയായിരുന്നു. അപ്പം തിരിച്ചു വന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീടിനകത്തേക്ക് വരുമ്പോൾ വീട് വാതിലൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്താണുള്ളത്. സമ്പാദ്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നു. എണ്ണി നോക്കി, ഒന്നിനും ഒരു കുഴപ്പമില്ല, ഒന്നും പോയിട്ടൊന്നുമില്ല, പുറത്തിരിക്കുന്നു. അപ്പം അകത്തെ വിളിച്ച് ചോദിച്ചു, ആരാണ് ഇവിടെ വന്നത്, ഈ വീട്ടിൽ കള്ളം കയറിയോ, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇയാളെ എണ്ണി കണക്കാക്കി തിരിച്ചു വെച്ചു. എന്നിട്ട് തേച്ച് വന്ന് കുളിച്ച് അകത്ത് ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞ് ഭക്ഷണം തയ്യാറാക്കി കിടന്നുറങ്ങി. അപ്പോഴും കരിങ്കാളിയുടെ കാര്യം മറന്നു. ഇയാൾ മറന്നല്ലോ എന്ന് കരിങ്കാളി ഇനി ഇയാൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയും കൂടി കൊടുക്കാതാണ്. അവിടെ ഈ ആലയിലുണ്ടായിരുന്ന കിടാരി പോത്തുകൾ എന്നാണ് പറയുന്നത്, കുറേ പോത്തുകളെ ഉണ്ടായിരുന്നതൊക്കെ കാട്ടുപോത്താക്കി മാറ്റി. അവിടെ അതിൽ നോക്കാൻ നിന്നിരുന്ന ആളുകളുണ്ട്, ഈ കാലി ചെക്കന്മാർ. അവർക്കൊക്കെ പിച്ചും ഭ്രാന്തും ഒക്കെ കൊടുത്തു. എന്നിട്ടും അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഇതൊക്കെ സംഭവിച്ചൊന്നും, എന്നിട്ടും നായരൊന്നും ചെയ്തില്ല. എന്തെങ്കിലും മന്ത്രവാദിയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ എന്തെങ്കിലും സ്വയം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമെന്ന് വിചാരിച്ചു. അത് നിന്നില്ല. പിറ്റേന്ന് രാവിലെ ഉണർന്ന് കഴിയുമ്പോഴേക്ക് പന്താഞ്ഞേർക്ക് ഒരു വല്ലാത്തൊരു ശരീരത്തിൽ വലിയ കുരു വന്നുണ്ടാവും. വലിയൊരു കുരു. അത് പൊട്ടിയാൽ ഇയാൾ മരിക്കും, പടനായർ മരിക്കും. അപ്പം എന്ത് വേണ്ടുമെന്ന് ആലോചിച്ച് കോഴിക്കോട് നിന്ന് കുതിരവൈദ്യരെ വരുത്തിയിട്ട് ചികിത്സിച്ചു. എണ്ണ കാച്ചി എണ്ണയൊക്കെ ശരിയാക്കി വെച്ചു. എന്നിട്ട് അവർക്ക് പിറ്റേന്ന് നോക്കുമ്പോൾ രാവിലെ എണ്ണയൊക്കെ കൽക്കല്ലിൽ കുടിച്ചു പോയി ഈ മരുന്ന്. പിന്നെ അത് പ്രയോഗിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ അച്ഛനമ്മാവന്മാരും കാലത്തായിട്ട് ഉണ്ടായിരുന്ന ചികിത്സയും അതുപോലെ അതുകൊണ്ടുള്ള ഉപജീവന മാർഗവും ഇതോടെ എൻ്റെത് തീർന്നു പോയല്ലോ എന്ന് കരുതിയിട്ട് അയാൾ ആ ഈ എണ്ണ അരിച്ചിരുന്ന ശീല എടുത്തിട്ട് തുളുമ കെട്ടിയിട്ട് ഓടിപ്പോയി ഈ വൈദ്യർ. അടിയന്തര ഘട്ടത്തിൽ സഹായിക്കാൻ നമ്മുടെ ചെമ്മലപ്പുറവൻ മെയ്യടിയാനുണ്ടല്ലോ, അവനോട് ചോദിക്കുക. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഏതോ ഒരു ദേവതയുടെ സാന്നിധ്യമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കളിയോ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് കെട്ടിയാടിക്കുക, ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞിട്ട് കെട്ടിയാടിച്ചു നോക്കി. അപ്പോൾ ഒന്നും തീരുന്നില്ല. അപ്പോൾ ഈ ചെമ്മലപ്പുറൻ മെയ്യടെ ഞാൻ ഉറങ്ങുമ്പോൾ അയാളുടെ മുമ്പിൽ കരിങ്കാളി പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയാണ് വേണ്ടത്, ഇന്ന തരത്തിൽ ചെയ്യണം, അപ്പോൾ കെട്ടിയാടിക്കണം, ഒരു രണ്ടുപേരെങ്കിലും ഒരു തോറ്റവും അതുപോലെ രൂപവും അങ്ങനെ കെട്ടിയാടിക്കണമെന്ന് ഈ ഇയാളോട് പറഞ്ഞു. ചെമ്മലപ്പുറം മെയ്യറിയാൻ ചെമ്മലപ്പുറവൻ അയാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു തോറ്റം കെട്ടണം. അപ്പോൾ അതിന് ഈ വേഷം കെട്ടണമെങ്കിൽ അതിൻ്റെ രൂപം എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് തോറ്റം എന്താണ് അതറിയില്ല, അത് വേറെ ആരും എനിക്കത് അറിയില്ലല്ലോ എന്നാണ്. അപ്പോൾ അതിനും വഴി കരിങ്കാളി പറഞ്ഞു കൊടുത്തു. ഇന്ന വിധത്തിൽ കെട്ടിയാൽ മതി, ഇന്ന തരത്തിലുള്ള തോറ്റം
2 വരിയെങ്കിൽ 2 വരി ചൊല്ലിയാൽ മതി എന്ന് ഈ കരിങ്കാളി എങ്ങനെയാണ് വേഷം കെട്ടേണ്ടതെന്ന് ഈ ചമ്മലപ്പൂർവൻ മെയ്യടിയാൻ കാണിച്ചു കൊടുത്തു എന്നാണ്. ആ രൂപമാണ് ഇപ്പോൾ തറയ്ക്ക് കെട്ടുന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ അസുഖം മാറി, ഇയാളുടെ അസുഖം മാറി. ആ ചമ്മലപ്പുറവന്മാർ പിന്നെ കരിങ്കാളിയുടെ തറ കെട്ടാനുള്ള അവകാശികളായി. ഇത് എടവണ്ണയ്ക്കും അരീക്കോടിനും ഇടയ്ക്കുള്ള തച്ചണ്ണ എന്ന പറഞ്ഞ സ്ഥലത്ത് ഇടത് ഭാഗത്തെ പാടത്തിൻ്റെ പക്കത്ത് ഈ ചമ്മലപ്പുറവന്മാരുടെ വീടുണ്ട്. അവരുടെ കയ്യിൽ ഈ കരിങ്കാളി തോറ്റം ഉണ്ടെന്ന് കേൾക്കുന്നു. എന്താ കാര്യം സത്യം അറിയില്ല. അതങ്ങനെ ഒരു വിഭാഗക്കാർ അവിടെ ഉണ്ട് ഇപ്പോഴും. അവരാണ് ഈ തറ കെട്ടുന്നത്. അതിൻ്റെ കാര്യം പിന്നെ പറയാം. അപ്പം അങ്ങനെ ഈ പടനായന് ഇത് മാറി, ഈ അസുഖം മാറി. ഇങ്ങനെ കരിങ്കാളിയെ കൊണ്ടുപോയി കുടിവെച്ചു. അങ്ങനെ കൊണ്ടുപോയി കുടിവെച്ച ഒരു സ്ഥലത്ത് 18 കാവുകളിലേക്ക് മാറി. അതായത് കാവിൻ്റെ പേരുകളൊക്കെ മുണ്ടക്കൽ, പാറോൽ, പാലക്കോട്, പൊയിൽക്കാവ് എന്ന് പറഞ്ഞാൽ മൊറയൂർ ഭാഗത്തുള്ള പൊയിൽക്കാവാണ്, പഴമ്പറമ്പ്, പത്തനാപുരം, ഊർങ്ങാട്രി, ഇരുവേറ്റി, കാവനൂർ, കിളിയനക്കോട്, മലപ്പുറം, വാക്കേത്തൊടി, കരുവമ്പുറം, കാരകുന്ന്, തിരുവാലി, കാപ്പിൽ, നീലാമ്പ്ര, പാലക്കാട്. പാലക്കാട് എന്ന് വെച്ചാൽ അരീക്കോടടുത്തുള്ള സ്ഥലം, അതല്ലാതെ നമ്മുടെ പാലക്കാട് ജില്ലയല്ല, പാലക്കാട്. ഇങ്ങനെ 18 കാവുകൾ. ഇവിടേക്കൊക്കെ ഈ ചമ്പലപ്പൂരൻ മെയ്യടിയൻ കെട്ടിക്കൊണ്ടുവന്ന തറ പിന്നീട് കളിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഈ കരിങ്കാളി ഇങ്ങനെ വ്യാപിച്ചു എന്ന് വെച്ചാൽ ചമ്പലപ്പൂരൻ ഈ പന്തളാഞ്ചേരി പടനായരുടെ മഞ്ചലിൽ വന്ന് അപ്പം കരിങ്കാളി പറഞ്ഞു, ഒരു സ്ഥലത്ത് മാത്രം ഞാനിരിക്കില്ല, ഈ തറവാടിനുള്ളിൽ കുടിവെച്ചാൽ കരിച്ചു കളിയും കരിങ്കാളി, എനിക്ക് പുറപ്പെടണം, നാട്ടുകാരുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും പോകണം. അങ്ങനെ ആദ്യം ചെല്ലുന്ന സ്ഥലം മുണ്ടക്കൽ എന്ന് പറഞ്ഞ കാവാണ്. മുണ്ടക്കൽ എന്ന് പറഞ്ഞ കാവ്, അതിന് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, ഈ കാവുകളൊക്കെ അതിൻ്റെ സ്ഥലം മിക്കവാറും ചാലിയാറിൻ്റെ കരയിലായി, ചാലിയാറിൻ്റെ തെക്കേ കരയിലാണ് മിക്കവാറും. അതായത് ഏതാണ്ട് തുടങ്ങുന്നത് മുക്കത്തടുത്ത് പഴമ്പറമ്പ് എന്ന് പറയുന്നൊരു സ്ഥലം, പഴമ്പറമ്പ്, അവിടുന്ന് തൊട്ട് പൊയിൽക്കാവിലാണ് ഈ തരത്തിലുള്ള 18 കാളികളുടെ കാവുകളുള്ളത് വ്യാപിക്കുന്നത്. അങ്ങനെ ഈ പല ആ മുണ്ടക്കൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പല സ്ഥലത്തേക്ക് പഴമ്പറമ്പിക്കാൻ പോകുന്നു, അങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും നിൽക്കില്ല, വേറെ ഓരോ സ്ഥലത്ത് പോകും, ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കും, അങ്ങനെ ചെയ്തിട്ട് പോവും. അപ്പോൾ അതൊക്കെ അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പണിക്കന്മാർ, നായന്മാർ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അവർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തുന്ന ഈ ഇതിലെല്ലാം ഏതാണ്ട് ഒരു 70ഓളം കുടുംബക്കാർ, ഫറോക്ക് പൂതേരി തൊട്ട് ഉള്ള നായന്മാരുണ്ട്. ഒലിപ്പുറം, കാരാട്, വാഴിയൂർ, പള്ളിക്കൽ, കൊണ്ടോട്ടി, കുളത്തൂർ, കുഴിമണ്ണ, പുളിയക്കോട്, ചാലിയപ്പുറം, ചെങ്ങര, പുൽപ്പറ്റ, കരുവമ്പുറം, നറുകര, മഞ്ചേരി, വെള്ളുവമ്പുറം, ചാലിയം, ചേലേമ്പ്ര, തിരുത്തിക്കുളം, തേഞ്ഞിപ്പലം, കൊടക്കാട്, വെളിമുക്ക്, മുന്നിയൂർ, പരപ്പനങ്ങാടി, അരിയല്ലൂർ, തൃക്കുളം, വെന്നിയൂർ, ഇളകര, വെങ്ങര, കൊടുവായൂർ, ഊർങ്ങാട്രി, ഇരിങ്ങല്ലൂർ, പറപ്പൂർ, ഊരകം, കീഴ്മുറി, ഊരകം മേൽമുറി, അരിമ്പ്ര, ഇന്ത്യന്നൂർ, പൊന്മള, ചെങ്ങഴി, അതുപോലെ മലപ്പുറം, പാണ്ടിക്കാട്, ചെമ്പ്രശ്ശേരി, പോരൂർ, പുന്നപ്പാല, കാപ്പിൽ, അമരമ്പലം, കൂടാതെ പിന്നെയും കുറേ ഈ ഏതാണ്ട് ഒരു 10-70ഓളം കുടുംബങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്.
ഈ പടനായർ പാരമ്പര്യം ഉണ്ടായിരുന്ന ആൾ. ഈ സ്ഥലത്ത് പോകുമ്പോൾ ഈ പന്തലാഞ്ചേരി പടനായർ എന്ന് പറയുന്ന ആ ഫാമിലി ഇപ്പോൾ ഒരു പള്ളിക്കാട്ട് പണിക്കർ എന്ന് പറയുന്ന ഒരാളാണ്. ഗോവിന്ദൻ പണിക്കർ. അങ്ങേര് ഉഗ്രപുരത്ത് ഇദ്ദേഹമുണ്ട്. ഈ ഗോവിന്ദ പണിക്കർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ പിഷാരിയാറ്റിൽ പണിക്കർ പുല്ലാനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട്. അത്ഭുതം പോലെ പറയാം, അവരിപ്പോഴും ഡിഫൻസിലാണ് പലരും. പിന്നെ കാമ്പ്രത്ത് പണിക്കർ കാപ്പിലുള്ളത്. അതുപോലെ അങ്ങനെ അധികം പറയാം, എല്ലാ കാവിൻ്റെ അടുത്തും ഇങ്ങനെ ഓരോ പണിക്കന്മാരുണ്ടാവും. പണിക്കർക്ക് വേണ്ടി കാവുണ്ടാവുകയും കാവിന് വേണ്ടി പണിക്കരുണ്ടാവും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടുമാണ്. അവിടെയുള്ള കോമരമാണ് തട്ടകതർ കോമരം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, കോമരം ഉണ്ടാവുന്നതും അങ്ങനെയൊക്കെ തന്നെ. ആദ്യത്തെ കോമരം, കരിങ്കാളിയുടെ ആദ്യത്തെ കോമരം പുളിയക്കോട് നായരാണ്. പുളിയക്കോട് നായരാണ് ആദ്യമായിട്ടൊരു കോമരായിട്ട് കരിങ്കാളിയുടെ ആഘോഷം നടത്തിയതെന്ന് തോറ്റത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.